ദിവസം ഒരുമിച്ച് വരും. കാർഡിയോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് വന്നിട്ട് കാത്തലാബിലേക്കാണ് പോകുന്നത്. എമർജൻസി ആയിട്ട് സർജറി കാണും. എല്ലാം ഡയറക്റ്റായിട്ട് നേരത്തെ ഓരോരുത്തർ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഈ ഡിസൈൻ നാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ വർക്ക് ചെയ്തൊക്കെ മറക്കിയിട്ടാണ് സീറ്റ്സാണ്. ഇപ്പോൾ പേഷ്യൻ്റ് സിക്കായ CPR കുറേ കാര്യങ്ങൾ കൊടുത്ത് ഞങ്ങൾക്ക് അതേപോലെ ചെയ്യണം. ഈ വണ്ടിയിൽ പ്രോട്ടീൻസ് ഇല്ല. ആക്ച്വലി സ്മാർട്ട് വിൻഡോ ജസ്റ്റ് ലുക്കിംഗ് ടു സീറ്റ് പക്ഷേ ഞാൻ ആക്ച്വലി to avoid ambulance-related infections that is sucking blood sheet and blood, but you end up not cleaning the ambulance in a way that is stupid. So, the curtains are the ശബ്ദിക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതാണ് ശരിക്കും ഏറെ എടുക്കുന്നത്. എല്ലാ ആംബുലൻസിലും ഇൻഫെക്ഷൻ ഒരു പേഷ്യൻ്റിൽ നിന്നും മറ്റു പേഷ്യൻ്റിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ എമർജൻസി പറയാൻ പ്രശ്നം കൂടിയാണ്. ഐ ഡിഡ് മൈ എമർജൻസി മെഡിസിൻ ഇതിൻ്റെ റിസർച്ചാണ് ആക്ച്വലി ഡിഗ്രി ചെയ്യുന്ന സമയത്ത്. So as part of which I have taken out all those curtains. Instead I have placed smart windows in case ഇരിക്കുന്ന ആൾക്ക് ശബ്ദിക്കാൻ പറ്റുന്നുണ്ട്. ഔട്ട്സൈഡ് വ്യൂ ആണെങ്കിൽ ഫ്രണ്ട് ഫേസിംഗ് കൂടെയാണ്. You can see the seat recline ചെയ്യാം. ഇതൊക്കെ ഇന്നോവയെന്നൊക്കെ എടുക്കാം. So in that way you can actually ഔട്ട് ശബ്ദിക്കാൻ വരുമ്പോൾ you can have the view outside comfortably. And ആ സമയത്ത് മാത്രമല്ലാതെ പേഷ്യൻ്റെ പ്രൈവസി കണ്ടപ്പോൾ ഇരിക്കുന്ന ആൻഡ് മൾട്ടിപ്പിൾ എമർജൻസീസ് ഉള്ള സമയത്ത് ഒരു മൾട്ടിപ്പിൾ മാസ് കാഷ്വാലിറ്റി ഓപ്പൺ ദിസ് ഡോർ, ദിസ് ക്രാഷ് കാർഡ് ഡോർ. ഇതിനകത്ത് എല്ലാ എമർജൻസി മെഡിസിൻസും ഉണ്ടാവും. അപ്പോൾ ഓടിപ്പോയി നമുക്ക് പേഷ്യൻറ്റിനെ റിസ്ക് ചെയ്തിട്ട് ഇവിടെ എക്സ്ട്രാ ബോക്സ് ഉണ്ട്. അപ്പോൾ 3-4 വെന്റിലേറ്റേഴ്സും 3 എല്ലാ സാധനവും അതൊക്കെ 3-4 പേഷ്യൻസിനൊക്കെ അങ്ങനെയുള്ള സപ്പോർട്ട് എല്ലാം മൊബൈലൈസിൽ ആക്ച്വലി ഉണ്ട്. ബോർഡിൽ തന്നെ മൊബൈലൈസ് ഒന്നുമില്ലെങ്കിൽ ഡോക്ടറും കൂടെ പ്രൊവൈഡ് ചെയ്യും. ഇതിന് ഡോക്ടറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ട് കാർഡിയോളജിസ്റ്റോ ന്യൂറോളജിസ്റ്റോ എല്ലാവരും സേവനം ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ദിസ് ഇസ് ദ ഫ്യൂച്ചർ. നാം അത് കണ്ടില്ലെങ്കിലും നാം യു സീ ഇറ്റ് ഇൻ മേ ബി നെക്സ്റ്റ് 5 years ദിസ് വിൽ ബി മാൻഡേറ്ററി. ഇപ്പോഴും NABH പറഞ്ഞേക്കുന്നത് ഇതേപോലത്തെ സ്മാർട്ട് ആംബുലൻസ് ആയിരിക്കണം എല്ലാ ആംബുലൻസസ്. റോഡ് ക്രാഷ് ഫെറ്റാലിറ്റീസ് നമുക്ക് ഒരു മണിക്കൂറിൽ 19 മരണമാണ്. 4.5 ലക്ഷം ഇന്ത്യയിൽ. ഒരു മണിക്കൂർ 19 ലക്ഷം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ സെലിബ്രിറ്റീസ് ലൈക്ക് AK പുനീത് രാജ്കുമാർ എല്ലാ റോട്ടിലും വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി മിനിമം 3.5 lakh ഞാൻ സെയിം ഞാൻ കമ്പനിയിൽ ആരെങ്കിലും ചെയ്യണമെന്നാണ്
താങ്ക് യു. അപ്പോത്തഗിരി മെഡിക്കൽ സർവീസസിന്റെ സ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ നദീം ഷായെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ 5G എയർ ആംബുലൻസ് തൃശ്ശൂരിൽ ഉദ്ഘാടനത്തിനായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന അധ്യക്ഷ പ്രസംഗം ഡയറക്ടർ ദയ ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ, ദയ ഹോസ്പിറ്റൽ എമർജൻസി മെഡിസിൻ ഫിസിഷ്യൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ഷിജു വിൽസ്, IME തൃശ്ശൂർ പ്രസിഡന്റായ ഡോക്ടർ ജോസഫ് ജോർജ് സർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജോയിന്റ് ജനറൽ മാനേജറായ മിസ് രേഖ വികാർ, അപ്പോത്തിഗിരി ഡയറക്ടേഴ്സായ ഹൈദർ ഷഹീൻഷാ, മുനീബ് അബ്ദുൽ. ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടി ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു സംരംഭമായി തുടങ്ങിയതാണ്. അതിനുശേഷം നമ്മൾ ഇന്ത്യയിലൊട്ടാകെ പല സ്ഥലങ്ങളിലായി വയനാട്, കോഴിക്കോട്, പിന്നെ ഇന്ത്യയുടെ പുറത്ത് കേരളത്തിന് പുറത്തായ മുംബൈ, ഹിമാചൽ പ്രദേശ് എന്നീ സ്ഥലങ്ങളിലും രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ഒരു ടെക്നീഷ്യനും നിർദ്ദേശം കൊടുക്കും. ആ നിർദ്ദേശപ്രകാരം തൊട്ടടുത്തുള്ള എല്ലാ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, ആ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടമാണ് ഈ 5G ആംബുലൻസ്. ഈ ആംബുലൻസ് എന്ന് വെച്ചാൽ ഒരു കാഷ്വാലിറ്റി, അതായത് എങ്ങനെ പേഷ്യൻ്റ് എത്തിയ, എങ്ങനെ ആ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള എല്ലാ സംവിധാനങ്ങളും കൂടെ ഉള്ള ആംബുലൻസാണ്. അപ്പോൾ ആംബുലൻസിൽ ദയ ഹോസ്പിറ്റലിന്റെ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ഷിജു വെൽസിനെ ഏഞ്ചൽസ് ഓഫ് തൃശ്ശൂർ പദ്ധതിയെക്കുറിച്ചും 5G ആംബുലൻസ് പരിചയപ്പെടുത്തുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കുന്നതിനായി നമ്മളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൽ ജബ്ബാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളുടെ മിനിസ്റ്റർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടിയിൽ നിന്ന് നമ്മൾ എല്ലാ സമയത്ത് വരുന്ന ഡോക്ടർമാരും ഡോക്ടറും നഴ്സും എല്ലാം ഗ്രാമാന്തരങ്ങളിലേക്ക് റിപ്പോർട്ട് അവസാനത്തെ ഡോക്ടർ അവസാനത്തിൽ നിങ്ങളുടെ മിനിസ്റ്റർ അവിടെ എത്തിച്ചേർന്നതാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൽ ജബ്ബാർ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നതാണ്. സർ, രണ്ട് വാക്ക് Yes.
Everything when it comes to sustenance of life, sustenance of life, protection of life, there is only one apothecary.